അല്ല ഓഡിയോ കൊടുക്കട്ടെ. തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് വിളിച്ചുകൊണ്ട് അണികൾ വി എസിന്റെ മൃതദേഹം വഹിക്കുന്ന വാഹനത്തിനൊപ്പം സഞ്ചരിക്കുന്നു. പുന്നപ്രയിലേക്ക് വിലാപയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 2011 മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ വി എസ് അച്യുതാനന്ദൻ 14 വർഷത്തിനു ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് അവസാനമായി അദ്ദേഹം പടിയിറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുന്നപ്രയിലേക്ക് പോകുമ്പോൾ ആലപ്പുഴയിലേക്ക് ഉള്ള യാത്ര തുടങ്ങുമ്പോൾ ജനസാഗരം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ ആ വാഹനത്തിനൊപ്പം ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. മഴ പെയ്യുന്ന കാലാവസ്ഥയാണ്, പ്രതികൂല കാലാവസ്ഥയാണ്. പക്ഷെ ഇതൊക്കെ മറികടന്ന് ഇന്നലെ മുതൽ ഈ മിനിറ്റ് വരെ നിരവധി പേർ ആ ജനസാഗരം മുഴുവൻ തിരുവനന്തപുരത്തോട് വി എസ് അച്യുതാനന്ദൻ വിട ചൊല്ലുമ്പോൾ ഒരിക്കൽ EMS തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴാണ് വി എസ് EMSനൊപ്പം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ MLA-മാരെ പാർട്ടിക്ക് സമ്മാനിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി അന്ന് EMSനൊപ്പം തിരുവനന്തപുരത്തേക്ക് എത്തിയ വി എസ് ആണ്. വി എസിൻ്റെ തീയാളുന്ന പ്രസംഗങ്ങൾ സഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ സാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ച തലസ്ഥാനവാസികൾ. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് തലസ്ഥാനം തിരുവനന്തപുരം വി എസിൻ്റെ അടുത്ത ഗൃഹമായി മാറി. ആ തിരുവനന്തപുരം അവസാനമായി അദ്ദേഹത്തിന് വിട ചൊല്ലുന്ന കാഴ്ചയാണ് നടക്കുന്നത്. ഇന്നലെ മുതൽ വി എസ് ഇല്ല വി എസ് മരിക്കുന്നില്ല എന്ന് എല്ലാ കാലത്തും
വി എസിന് ഊർജ്ജമായി നിന്ന് അതേ ജനക്കൂട്ടം പറയുന്ന ആ കാഴ്ച വീണ്ടും നമ്മളിത് തുടങ്ങുകയാണ്. വിലാപയാത്ര തലസ്ഥാനത്തിൻ്റെ ഹൃദയത്തിലൂടെ തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് കാണുന്ന ഓരോ മണിക്കൂറുകളും ഈ കേരളം മുഴുവൻ, രാഷ്ട്രീയ കേരളം മുഴുവൻ വി എസ് അച്യുതാനന്ദൻ എന്ന ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവിന് എങ്ങനെയാണ് റെഡ് സല്യൂട്ട് നൽകുക എന്നുള്ള കാഴ്ച കൂടിയായിരിക്കും കണ്ടുകൊണ്ടേയിരിക്കുക. നാളെ അദ്ദേഹത്തിൻ്റെ നാടായ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആലപ്പുഴയിലെ സമരരംഗത്തേക്ക് 16 വയസ്സിലിറങ്ങിയ വി എസ് അച്യുതാനന്ദൻ 102 വയസ്സ് തികയുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തിരിച്ചെത്തുകയാണ് ആലപ്പുഴയിലേക്ക്. പുന്നപ്രയുടെ മുത്ത് മടങ്ങിപ്പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഒഴുകുകയാണ്. ആ ഒഴുകുന്ന കാഴ്ച കൂടിയാണ് കാണുന്നത്. ഇതൊരു നേതാവിനുള്ള വിടചൊല്ലൽ മാത്രമല്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാൻ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഒഴുകിയെത്തിയ ജനങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയ വിവാദങ്ങളുടെ സമയത്ത് നിശബ്ദമായിരിക്കണമെന്ന് അകത്തുനിന്ന് നിർദ്ദേശങ്ങളുണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കൈയടിക്കാൻ പറ്റാതിരുന്ന ആൾക്കൂട്ടമുണ്ട്. അതേ ജനക്കൂട്ടം എല്ലാ കാലത്തും വി എസിനെ നെഞ്ചിലേറ്റുകയും വി എസ് നെഞ്ചിലേറ്റുകയും ചെയ്ത അതേ ജനക്കൂട്ടം അദ്ദേഹത്തിനൊപ്പം ഒഴുകുകയാണ്. ഇനി ഓരോ നിമിഷവും അത്യന്തം വൈകാരികപരമായിട്ടുള്ള രംഗങ്ങൾ. തലസ്ഥാനം ഉപേക്ഷിച്ച് ഇത്രയേറെ പതിറ്റാണ്ടുകൾ തലസ്ഥാനത്തിന് സ്വന്തമായിരുന്ന വി എസ് അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ പ്രഭാത നടക്കമടക്കം തിരുവനന്തപുരത്തിൻ്റെ ഓരോ പൾസും നെഞ്ചിലേറ്റിയ വി എസ് അച്യുതാനന്ദൻ അവസാനമായി തലസ്ഥാന നഗരിയോട് വിട ചൊല്ലുന്നു. അദ്ദേഹം പുന്നപ്രയിലേക്ക് മടങ്ങുന്നു. നാളെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം നാളെ 3 മണിക്കാണ് വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. കണ്ണേ കരളെ വി എസ് എ എന്ന് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വി എസ് എന്ന 2 അക്ഷരം മലയാളി ചേർത്ത് വെച്ചിരിക്കുന്നത് അണയാത്ത വിപ്ലവത്തിൻ്റെ തീയോർമ്മകൾക്കൊപ്പമാണെന്ന് തെളിയിച്ച ആ മണിക്കൂറുകൾ ഇതാ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ നിരത്തിലൂടെ ജന്മഗൃഹമായ ജന്മദേശമായ പുന്നപ്രയിലേക്ക് മടങ്ങിപ്പോകുന്ന നേതാവിനെ ഒരു നോക്ക് കാണാൻ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ജനങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ. അവരിതാ ആ നേതാവിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഇനിയുള്ള ഈ മണിക്കൂറുകൾ തലസ്ഥാനം മുഷ്ടി ചുരുട്ടി റെഡ് സല്യൂട്ട് നൽകി രാത്രി വൈകിയും രാവിലെയും ഒക്കെ പ്രിയപ്പെട്ട വി എസിനെ ഒരു നോക്ക് കാണാനെത്തിയ കാഴ്ചകൾ കണ്ടു. ഇനി അങ്ങോട്ട് അത് ആലപ്പുഴയിലേക്ക് എത്തുമ്പോഴേക്കും ആ മണിക്കൂറുകളുണ്ട്, ആ സ്ഥലങ്ങളുണ്ട്. ഒരു കേരളം മുഴുവൻ എങ്ങനെയായിരിക്കും ഈ വാഹനത്തിനൊപ്പം ഒഴുകുക എന്നിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ എപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ വലിയ ജനത്തിരക്കുണ്ട്. ഒരു പക്ഷേ ഈ മുൻ നിശ്ചയിച്ച പ്ലാനിനൊക്കെ അപ്പുറത്തേക്ക് യാത്രയുടെ ഘട്ടങ്ങൾ നീണ്ടുപോകാനുള്ളൊരു സാധ്യതയുമൊക്കെ ഉണ്ട്. അരുൺ